എറണാകുളത്തെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് ഇപ്പോൾ കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തത്. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതി DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസാണ്. ഹൈബീഡൻ MP, MLA മാരായ TJ വിനോദ്, ഉമാ തോമസ്, അൻവർ സാദത്ത് എന്നിവരെയും ഒക്കെ ആദ്യ പട്ടികയിൽ തന്നെ പ്രതികളായി ചേർത്തിട്ടുമുണ്ട്. ഒരു കലാപവും നടത്താതെ ഒരു രാത്രി മുഴുവൻ തങ്ങളുടെ സഹപ്രവർത്തകർക്ക് നീതിക്ക് വേണ്ടി കൊതുകിന്റെ കടിയും കൊണ്ടിരുന്ന നേതാക്കൾക്കെതിരെ എങ്ങനെയാണ് ഈ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നതെന്ന് മനസ്സിലാകാത്തവർ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് അതിനുള്ള വകുപ്പും വേണ്ട വിധം തന്നെ FIR-ൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. അതുപ്രകാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയച്ചില്ല എങ്കിൽ ഈ പാലാരിവട്ടം സ്റ്റേഷൻ തന്നെ കത്തിക്കുമെന്ന് നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIR-ൽ വ്യക്തമായി പറയുന്നത്. നേതാക്കൾക്ക് പുറമെ കണ്ടാലറിയാവുന്ന 75ഓളം പ്രവർത്തകരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. സമരം കഴിഞ്ഞു, എല്ലാവരും പോയി, പോലീസ് സ്റ്റേഷൻ കത്തുന്നത് പോയിട്ടൊരു പോറൽ പോലും പറ്റിയിട്ടുമില്ല. എന്നിട്ടും കേസ്. ഇനി കത്തിക്കാത്തതിനാണോ ഈ കേസെന്ന് അറിയില്ല. എന്ത് തോന്നിപ്പോകും ജനങ്ങൾക്കല്ല. പിണറായി പോലീസുകാരുടെ കാഴ്ചപ്പാടിൽ കലാപാഹ്വാനം നടത്തുന്ന നികൃഷ്ട ജീവികളാണ് കോൺഗ്രസുകാർ. സത്യത്തിൽ CPM-കാർ നടത്തുന്നത് പോലെ രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത് ഈ സംസ്ഥാനത്ത്. അങ്ങനെയാണെങ്കിൽ ഈ മുദ്രാവാക്യത്തിന് പകരം പോലീസ് സ്റ്റേഷനിലെ ചെടിച്ചട്ടിയും ഇഷ്ടിക കഷ്ണങ്ങളുമെല്ലാം ഉപയോഗിക്കാമായിരുന്നു. ഏതായാലും പോലീസ് ഇത്രയും അധപ്പതിച്ചതും നട്ടല്ലില്ലാത്തതുമായ ഒരു കാലഘട്ടം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ചിൽ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവായിരുന്നു. ജാമ്യമില്ലാത്ത വകുപ്പാണ് അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെയാണെങ്കിൽ എല്ലായിടത്തും കാണുന്നുമുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അതിൻ്റെ അർത്ഥം തന്നെ ഇത് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ ഈ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെ കാരണം എന്താണ്? കരിങ്കൊടി കാട്ടിയ പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുവന്ന് ജാമ്യത്തിൽ വിടാനുള്ള ഏർപ്പാടുകളെല്ലാം തയ്യാറാക്കി കോർപ്പറേഷൻ കൗൺസിലിൻ്റെതടക്കം ഒപ്പുകൾ വാങ്ങിച്ച് തീരുമാനമായതാണ്. അപ്പോഴാണ് CPM-ന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് പോലീസ് ACP അവിടെ വന്ന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് ഒരു പോലീസുകാരനെ കൊണ്ട് എഴുതിപ്പിച്ച് കേസ് ജാമ്യമില്ലാത്തതാക്കി മാറ്റിയത്. അതിനെതിരെയുള്ളൊരു ധർമ്മസമരത്തെയാണ് ഇപ്പോൾ കലാപാഹ്വാനമാക്കി കേസെടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് DCC അധ്യക്ഷനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. ഈ പച്ച നുണയും തെളിയിക്കാൻ കഴിയാതെ പോലീസ് നാണം കെടുന്നത് കേരളം കാണേണ്ടി വരും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കും എന്ന സഖാക്കളുടെ മനസ്സിലെ ആഗ്രഹം കൂടി FIR-ൽ ഉൾപ്പെടുത്തി എന്നു മാത്രം.